ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ഇന്നൊരു ചിക്കൻ കറി വെക്കുകയാണ്. ആദ്യം ചട്ടി എടുത്ത് തീ വെക്കുക, എണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് കടുക് ഇടുക, എന്നിട്ട് അതിലേക്കിരിക്കുന്ന സവോള ആദ്യം ഇട്ട് കൊടുക്കുക. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ പിന്നെ അത് നന്നായിട്ട് മൂത്തിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മായല്ല ഊവരെ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കേട്ടോ മസാല ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ രീതിയിലുള്ള കറിയാണ് കേട്ടോ. ഇതിനേക്കാൾ നന്നായിട്ട് കറി വെക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഞാനിങ്ങനെയാണ് വെക്കുന്നത് ഇവിടെ. പിന്നെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം മസാലപ്പൊടിയാണല്ലോ, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുപാട് ചാറ് വേണം, അത് കാരണം ചാറിനുള്ള മസാല ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി അതും കൂടെ ഇടും. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ അതൊന്ന് ഇളക്കും. ഞാൻ ഇട്ട് വെക്കാം. അമ്മ ഈ ചിക്കൻ കട്ടൻ നടക്കാവോ? ചിക്കൻ വാരി ഇടണോ? ചിക്കനൊക്കെ ഇളക്കാം, അങ്ങനെ പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇടെ ചിക്കൻ ഇടുവാൻ മൂത്തത് മൂത്തില്ലെന്ന് ചിക്കൻ വാരി മൂത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്ത് ഇട്ട് കൊടുക്കും. ചിക്കൻ നന്നായിട്ട് അതിനകത്തിട്ട് ആ അരപ്പിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചിട്ടാണ് കേട്ടോ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഒരുപാട് ചാറ് വേണ്ട കേട്ടോ. ഇത് തിളയ്ക്കുമ്പോ വെള്ളം ആവൂലേ? അപ്പൊ അടുപ്പത് തീ ഉണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു നമുക്ക് അടുപ്പത്തിന്റെ അകത്ത് കൊണ്ട് വെച്ചേക്കാം, അന്നേരം പെട്ടെന്ന് വേഗം പറഞ്ഞു അടുപ്പിന്റെ അകത്ത് കൊണ്ട് വെച്ചേക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കറിയൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടോ.
കറിയൊക്കെ നല്ലപോലെ തിളച്ച് കുറുക്കി പറ്റി അന്നേരത്തേന് കപ്പ വിളമ്പിക്കൊണ്ട് വന്നു. എന്നിട്ട് കപ്പയ്ക്കകത്തിട്ട് കറി വയ്ക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ചു. കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കുന്നതൊന്നും എടുത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ.